ഹായ് ഫ്രണ്ട്സ്, ഇത് ഞാൻ ക്യാൻവാസിൽ എങ്ങനെ നെക്ക് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. ക്യാൻവാസ് അല്ലെങ്കിൽ സ്റ്റിഫ് എന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ നെക്ക് വിഡ്ത്ത് എനിക്ക് 7 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. ഞാൻ അതിനെ കൂടി 2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 9 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. എനിക്ക് നെക്ക് ലെങ്ത്ത് 4 ഇഞ്ചാണ്. അതിനെ കൂടി ഒരു 1.5 ഇഞ്ച് കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ബാക്ക് നെക്ക് ലെങ്ത്ത്, ഇത് ഫ്രണ്ട് നെക്ക് ലെങ്ത്താണ്. 5.25 ഫ്രണ്ട് നെക്ക് ലെങ്ത്തും ഒരു 1.5 ഇഞ്ച് കൂടി ആഡ് ചെയ്തപ്പോൾ 6.25 കിട്ടി കേട്ടോ. നിങ്ങളുടെ കഴുത്ത് വീതി എത്രയാണോ അതിനെ കൂടി 2 ഇഞ്ചും കഴുത്ത് ഇറക്കത്തിനെ കൂടി ഒരു 1.5 ഇഞ്ചുമാണ് നിങ്ങൾ കൂടുതൽ മാർക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇത് നമ്മൾ രണ്ടും കൂടി കട്ട് ചെയ്ത് 2 പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രണ്ട് നെക്കാണ് കേട്ടോ എടുക്കുന്നത്. ഒരു സ്റ്റിഫായിട്ട് ഒരു ഗ്ലേസിംഗ് ഉള്ള പോർഷൻ ഉണ്ടാവും, ഗ്ലേസിംഗ് ഇല്ലാത്ത പോർഷൻ ഉണ്ടാവും. ആ ഗ്ലേസിംഗ് ഉള്ള പോർഷൻ ഉള്ളിൽ വന്ന രീതിയിൽ ഒന്ന് മടക്കി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ആ ഗ്ലേസിങ്ങുള്ള പോർഷനിൽ നമ്മൾ പെൻ വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെളിഞ്ഞെന്ന് വരില്ല. അതാണ് ഉള്ളിലോട്ട് മടക്കി വെക്കാൻ പറഞ്ഞത്. ഇതുപോലെ എനിക്ക് 7 ഇഞ്ചാണ് വിഡ്ത്ത്. അപ്പോൾ ഞാൻ 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് ഇപ്പുറത്തും 1 ഇഞ്ച് അപ്പുറത്തും പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരക്കുക. നെക്ക് ലെങ്ത്ത് എനിക്ക് 5.25 അപ്പോൾ എക്സ്ട്രാ നമ്മൾ ഒരു 1/2 ഇഞ്ച് കൂടി കൂട്ടുന്നുണ്ട്, കാരണം ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ 5.25 മാർക്ക് ചെയ്ത് നമ്മൾ ഒരു ഇഞ്ച് എക്സ്ട്രാ, നമ്മൾ 1.5 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. 1/2 ഇഞ്ച് നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് താഴത്തേക്ക് പോയിട്ടുണ്ട്. എനിക്ക് റൗണ്ട് നെക്കാണ് വേണ്ടത്. ഇത് ഞാൻ ആ കോർണറിൽ നിന്ന് ഒരു ഇഞ്ച് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടൊന്ന് കേർവ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിനെക്കാട് നല്ല വൈഡിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇറക്കി മാർക്ക് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഒന്ന് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിപ്പോൾ നല്ല വൈഡൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കാക്കി മാർക്ക് ചെയ്തിടുക കേട്ടോ. ഇതിപ്പോൾ നോർമലാണ്, 1 ഇഞ്ച് നീ മാർക്ക് ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ഞാൻ 1 ഇഞ്ചിൻ്റെ അകത്ത് മാർക്ക് ചെയ്തെടുത്തേക്കണം കേട്ടോ. നമ്മൾ ഓൾറെഡി 1 ഇഞ്ച് അവിടെ ഉണ്ട്. ഇതുപോലെ 1 ഇഞ്ച് തന്നെ ആയിരിക്കണം ആ സർക്കിളിൻ്റെ ചുറ്റിനും വരേണ്ടത്, കാരണം 1 ഇഞ്ചാണ് നമ്മൾ എക്സ്ട്രാ കൊടുത്തേക്കണത്. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കുക. നമ്മൾ എക്സ്ട്രാ തയ്യൽ തുമ്പ് കാര്യങ്ങളൊന്നും ഇടണില്ല. കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്രയാണോ നെക്ക് ലെങ്ത്തും നെക്ക് വിഡ്ത്തും വേണ്ടത് ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റാണ് നമ്മൾ ഈ സ്റ്റിഫിൽ വരച്ചെടുത്തേക്കണം കേട്ടോ. എനിക്ക് ബാക്കിലെ നെക്ക് ലെങ്ത്തും റൗണ്ട് തന്നെയാണ് വേണ്ടത്. ഇപ്പോൾ ഫ്രണ്ടിൽ നിങ്ങൾക്ക് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ കട്ട് ചെയ്തിട്ട് ബാക്കിൽ നമ്മൾ ഇതുപോലെ റൗണ്ട് ആണെങ്കിൽ സെപ്പറേറ്റ് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് എനിക്ക് 2 സൈഡിൽ റൗണ്ട് തന്നെയാണ് വേണ്ടത് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും റൗണ്ടാണ് വേണ്ടത്. ഇതുപോലെ ഒന്ന് ജോയിൻ്റ് ആക്കി വെച്ചിട്ടൊന്ന് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവില്ല. അപ്പോൾ ഞാൻ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിട്ടാണ് ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ. എനിക്ക് 2 സെയിം ആണെങ്കിൽ 2 ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും എനിക്ക് റൗണ്ട് തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്രണ്ട് നെക്ക് ചിലപ്പോൾ വി ഒക്കെ ആണെങ്കിൽ ഇത് ഒരുപോലെ ഇട്ട് കട്ട് ചെയ്യരുത്. ബാക്ക് നെക്ക് ലെങ്ത്ത് റൗണ്ട് ആണെങ്കിൽ ഒരുപോലെ ഇട്ട് കട്ട് ചെയ്യരുത് കേട്ടോ. എനിക്കിവിടെ സെയിം തന്നെ മതി, ഫ്രണ്ടിലും ബാക്കിലും റൗണ്ട് തന്നെ മതി. അതുകൊണ്ട് ഞാൻ രണ്ടും ഒരുമിച്ച് വെച്ച് പിൻ ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കൈ എപ്പോഴും ഈ ഒരു പൊസിഷനിൽ തന്നെ വെക്കണം കേട്ടോ, ഇങ്ങനെ. അപ്പോൾ തെന്നിയൊന്നും വെക്കാൻ പോവില്ല. ഇതുപോലെ ഒന്ന് കൈ ഹോൾഡ് ചെയ്ത് പിടിക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ തെന്നിപ്പോയാൽ പിന്നെ കഴുത്തിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോവും. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. തുണിയിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ എനിക്ക് ബാക്കിലെ പീസും കിട്ടി, ഫ്രണ്ടിലെ നെക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് തുണിയിലൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ തുണി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ പറഞ്ഞില്ല, ഒരു ഗ്ലേസിങ്ങുള്ളൊരു പോർഷനുണ്ട്, ഗ്ലേസിങ് ഇല്ലാത്തൊരു പോർഷനുണ്ട്. ഗ്ലേസിങ് ഉള്ള പോർഷനാണ് നമ്മൾ തുണിയിലോട്ട് ജോയിൻ്റ് ആക്കി വെക്കേണ്ടത് കേട്ടോ. വെച്ചിട്ട് നമ്മൾ 7 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് നമ്മൾ മെഷർ ചെയ്തെടുത്തത്. ആ 7 ഇഞ്ച് കറക്റ്റാക്കി ഈ പോയിന്റിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്ക് ഉണ്ടാവും നോക്കണം കേട്ടോ. എന്നിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് അയൺ ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് അതിനകത്ത് ഒട്ടി നിന്നോളൂ കേട്ടോ. നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇതുപോലെ തന്നെ ബാക്ക് പോർഷനും ബാക്ക് നെക്ക് ഇതുപോലെ വെച്ചിട്ട് 7 ഇഞ്ചസ് ഉണ്ടാവും നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുക ബാക്കിലും. ഇതുപോലെ കറക്റ്റായിട്ട് ഒട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോളം ഒന്ന് ഇതുപോലെ ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒന്ന് മടക്കി അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ
ഫ്രണ്ട് ബോഡി പാർട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് നെക്ക് ക്യാൻവാസിൽ അയൺ ചെയ്തില്ലേ, അതൊന്ന് ഇതുപോലെ ഒന്നെടുത്ത് വെക്കാം കേട്ടോ. ഇതിൻ്റെ സെൻറ്ററും ബോഡി പാർട്ടിൻ്റെ സെൻറ്ററും ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെക്കാം കേട്ടോ. ഇതുപോലെ കറക്റ്റ് ചെയ്ത് തന്നെ വെക്കണം. നമ്മളെ ഫേസ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ തന്നെ വെക്കണം കേട്ടോ ക്യാൻവാസിൽ തട്ടാണ്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോകാം കേട്ടോ. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് ഒന്ന് മറിച്ചെടുക്കുക. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മറിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഒരു നോട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ കട്ടിങ് ഇട്ട് കൊടുത്താലേ മറിഞ്ഞ് വരുള്ളൂ കേട്ടോ. ഇതുപോലെ തന്നെ ബാക്ക് പാർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ലൈക്കും ചെയ്യണം കേട്ടോ. താങ്ക് യു.